ബഹിരാകാശ യാത്രികർ സ്പേസിൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഡ്രസ്സും ഹെൽമറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ആവശ്യകത എന്ത്? ഇതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? നമുക്ക് പരിശോധിക്കാം. സൺ ഫോർമുല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹിരാകാശത്ത് ഭൂമിയിലുള്ള പോലെയുള്ള പരിസ്ഥിതിയല്ല ഉള്ളത്. മനുഷ്യന് അവിടെ സഞ്ചരിക്കുന്നതിനും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനും ഒരുപാട് പരിമിതികളുണ്ട്. അവിടുത്തെ താപനില, മർദ്ദം, പലതരം വികിരണങ്ങൾ, ശ്വസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നിവയെ ശാസ്ത്രീയമായി ക്രമപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സംവിധാനമാണ് സ്പേസ് സ്യൂട്ട്. മനുഷ്യന് ശ്വസിക്കുന്നതിനുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യൽ, ഫിൽറ്ററുകൾ, വൈദ്യുത വിതരണം, ശീതീകരണത്തിനുള്ള സംവിധാനങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവയും മറ്റ് സംവിധാനങ്ങളും അടങ്ങുന്നതാണ് ഒരു സ്പേസ് സ്യൂട്ട്. 7 മണിക്കൂർ ആവശ്യമുള്ള ഒരു ഓക്സിജൻ ടാങ്കാണ് സ്പേസ് സ്യൂട്ടിലുള്ളത്. എന്നാൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ 30 മിനിറ്റ് നേരത്തേക്കുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനവും സ്പേസ് സ്യൂട്ടിലുണ്ട്. സ്പേസ് സ്യൂട്ടിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളി നൈലോൺ ട്രൈക്കോട്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്പാൻഡക്സ് എന്ന ഇലാസ്തിക സ്വഭാവമുള്ള മറ്റൊരു പാളിയും ഇതിനുണ്ട്. മർദ്ദം നിയന്ത്രിക്കുന്നതിന് യൂറത്തേൻ പൊതിഞ്ഞ നൈലോൺ കവചവും ഡ്രാക്കോൺ എന്ന പോളിസ്റ്റർ ഘടകവും ഇതിൽ ഉപയോഗിക്കുന്നു. നിയോപ്രിൻ, അലുമിനിയം ചേർന്ന മൈലാർ, ഗോർടെക്സ്, ക്ലെവാർ, നോമെക്സ് എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കൾ. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി 3 തരം സ്പേസ് സ്യൂട്ടുകൾ നിലവിലുണ്ട്. IVA ഇൻട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി, EVA എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി, IEVA ഇൻട്രാ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി എന്നിവയാണവ. സ്പേസ് സ്യൂട്ടിലെ ഹെൽമെറ്റ് യാത്രികൻ്റെ തല ചലിപ്പിക്കുന്നതിനനുസരിച്ച് ചലിപ്പിക്കാനാവില്ല. 1961 യൂറി ഗഗാറിൻ ധരിച്ച സോവിയറ്റ് SK-1 സ്യൂട്ടായിരുന്നു ബഹിരാകാശത്ത് മനുഷ്യൻ ആദ്യമായി ധരിച്ച സ്പേസ് സ്യൂട്ട്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും തകരാറ് പരിഹരിക്കുന്നതിന് ബഹിരാകാശ യാത്രികർ സ്പേസ് വാക്ക് ചെയ്യുമ്പോൾ സ്പേസ് സ്യൂട്ട് ധരിക്കാറുണ്ട്. ഒരു സ്പേസ് സ്യൂട്ടിന് ഏകദേശം 100 മുതൽ 130 കിലോഗ്രാമോളം ഭാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ധരിക്കുന്നതിന് മറ്റൊരാളുടെ സഹായം കൂടിയേ തീരൂ. എന്നാൽ ബഹിരാകാശത്ത് ഇത്രയും ഭാരം ബഹിരാകാശ യാത്രികർക്ക് അനുഭവപ്പെടാറില്ല. കാരണം അവിടെ മൈക്രോ ഗ്രാവിറ്റിയാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.